വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പഠിക്കാൻ പോണേ. ക്ലാസ്സിലേക്ക് കടന്നാലോ? എന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിലെ തമിഴ് പുലികളിൽ നിന്നും ജാഫ്ന വീണ്ടെടുക്കുന്നതിനായി നടത്തിയ ദൗത്യത്തിന്റെ പേര് എന്താണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ പവൻ എന്നാണ്. എന്താണ് ദൗത്യത്തിന്റെ പേര്? ഓപ്പറേഷൻ പവൻ ട്ടോ. അപ്പൊ ഓപ്പറേഷൻ പവൻ എന്താന്നാ പറയണേ? ഇന്ത്യൻ സമാധാന സേന, ഇന്ത്യയുടെ സമാധാന സേന, ഇന്ത്യൻ സമാധാന സേന. ഉം തമിഴ് പുലികൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം അല്ലെ? LTTE അല്ലെ? തമിഴ് പുലികളിൽ നിന്നും ജാഫ്ന വീണ്ടെടുക്കുന്നതിന് വേണ്ടി, ജാഫ്ന വീണ്ടെടുക്കുന്നതിനായി നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് എന്ത്? ഓപ്പറേഷൻ പവൻ. അപ്പൊ ഇപ്പൊ എന്തിനാ ഓപ്പറേഷൻ പവനെ കുറിച്ച് പഠിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ പവൻ സൈനിക ദൗത്യത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് ഈയിടെ കരസേന ആദരവൊക്കെ നടത്തേണ്ടായി, ആദരവ് അർപ്പിക്കേണ്ടായി. അപ്പൊ അതൊരു കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ലേ? കരസേന ആദരവൊക്കെ സമർപ്പിച്ചപ്പോ നമ്മളോട് ഈ ഓപ്പറേഷൻ പവൻ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഓപ്പറേഷൻ പവൻ പഠിച്ചു വയ്ക്കുക. അടുത്തത്, UN അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം, UN ഒരു റിപ്പോർട്ട് പുറത്തിറക്കുകയാണ്. ലോകത്ത് ഓരോ 10 മിനിറ്റിലും, അതായത് വേൾഡിൽ തന്നെ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും, ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ആര് കൊല്ലപ്പെടുന്നുണ്ട്? സ്ത്രീകൾ കൊല്ലപ്പെടുന്നുണ്ട്. എങ്ങനെയാ കൊല്ലപ്പെടുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? അതായത് കൊല്ലപ്പെടുന്നത് ഒന്നുകിൽ പങ്കാളികളാലോ അല്ലെങ്കിൽ ബന്ധുക്കളാലോ ആണ്. പങ്കാളികൾ അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖാന്തിരം, പങ്കാളികളാലോ ബന്ധുക്കളാലോ ലോകത്ത് സ്ത്രീകള് ഓരോ 10 മിനിറ്റിലും കൊല്ലപ്പെടുന്നു എന്നാണ് UN അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം പറയപ്പെടുന്നത്. ക്ലിയർ ആയോ? അപ്പോ ഒരു ദിവസം ശരാശരി 137 പേർക്ക് ഇത്തരത്തില് ജീവൻ നഷ്ടപ്പെടുന്നു എന്നാണ് അവർ പറയണത്. അപ്പോ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, UN പുതിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഓരോ 10 മിനിറ്റിലും സ്ത്രീകള് പങ്കാളികളാലോ ബന്ധുക്കളാലോ കൊല്ലപ്പെടുന്നു എന്നാണ് കണക്ക്. ഇനി അടുത്തത്, പുതുതലമുറയുമായി ചേർന്നു പോകുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് നമ്മുടെ പുതിയ തലമുറയുമായിട്ട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? എവിടത്തെ? ഇന്ത്യയിലെ. പുതുതലമുറയുമായിട്ട് യോജിച്ചു പോവാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചു. എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? ഡൽഹി IIT ക്യാമ്പസിൽ ആരംഭിച്ചു. എവിടെ? ഡൽഹി IIT ക്യാമ്പസ്. അപ്പൊ ഡൽഹി IIT ക്യാമ്പസിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ്. ഇന്ത്യയുടെ 26ാമത്തെ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ, വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആരാണ്? സരയു വെൽപുര. ആരാണ്? സരയു വെൽപുലയാണ്. സരയു വെൽപുല, സരയു വെൽപുല. ഇന്ത്യയുടെ 26ാമത്തെ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ സരയു വെൽപുലയാണ്. അടുത്തത്, UN കാലാവസ്ഥ ഉച്ചകോടിയിൽ, UN കാലാവസ്ഥ ഉച്ചകോടി, അതായത് കോപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? കാലാവസ്ഥ ഉച്ചകോടി, UN കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026 അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 23. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 23. 2025 ഇന്ത്യ 10ാം സ്ഥാനത്തായിരുന്നു, ഇപ്പൊ 23. അപ്പോ UN കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026 അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 23. ഇന്ത്യയുടെ 26ാമത്തെ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ സരയു വെൽപുല
പുതുതലമുറയുമായി ചേർന്നു പോകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ ജൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ഡൽഹി IIT ക്യാമ്പസിലാണ്. UN അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഓരോ 10 മിനിറ്റിലും സ്ത്രീകൾ എപ്രകാരമാണ് കൊല്ലപ്പെടുന്നത്? പങ്കാളികളാലോ ബന്ധുക്കളാലോ കൊല്ലപ്പെടുന്നു. അടുത്തത്, ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിലെ തമിഴ് പുലികളിൽ നിന്നും ജാഫ്ന വീണ്ടെടുക്കുന്നതിനായിട്ട് നടത്തിയ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ പവൻ എന്നാണ്. ഇതിപ്പോ പഠിക്കാൻ കാരണം ഓപ്പറേഷൻ പവൻ സൈനിക ദൗത്യത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് ഈയിടെ കരസേന ആദരവ് അർപ്പിക്കുകയുണ്ടായി. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, ജമൈക്കൻ സംഗീതമായ ജമൈക്കൻ സംഗീതം ട്ടോ, ജമൈക്കൻ സംഗീതം, ജമൈക്കൻ സംഗീതം, അതാണ് ജമൈക്കൻ സംഗീതമാണ് നമ്മളിപ്പോ പറയാൻ പോണേ റെഗ്ഗെ. എന്താണ്? ജമൈക്കൻ സംഗീതമാണ് റെഗ്ഗെ ട്ടോ. റെഗ്ഗെ എങ്ങനെ എഴുതാ? റെഗ്ഗെന്ന് എങ്ങനെ എഴുതാ? REGGAE. ജമൈക്കൻ സംഗീതമായിട്ടുള്ള റെഗ്ഗെയുടെ പ്രചാരകനായ സംഗീതജ്ഞൻ ആരാണ്? അദ്ദേഹത്തിന്റെ പേര് ജിമ്മി ക്ലിഫ് എന്നാണ്. ജിമ്മി ക്ലിഫ്. അപ്പൊ ജമൈക്കൻ സംഗീതത്തിന്റെ പേരാണ് റെഗ്ഗെ. ആ റെഗ്ഗെയുടെ പ്രചാരകനായിട്ടുള്ള സംഗീതജ്ഞനാണ് ജിമ്മി ക്ലിഫ്. എന്തിനാ അപ്പൊ ജിമ്മി ക്ലിഫിനെ പഠിക്കണേ? അതായത് ജിമ്മി ക്ലിഫ് ഈ നവംബർ മാസത്തില് 2025 നവംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ 81ാമത്തെ വയസ്സിൽ അന്തരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ജമൈക്കൻ റെഗ്ഗെയുടെ എന്താ പ്രചാരകനായിട്ടുള്ള സംഗീതജ്ഞൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ജമൈക്കൻ സംഗീതത്തിന്റെ പേര് ചോദിക്കാം, എന്ത് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അടുത്തത്, റയൽ മാഡ്രിഡ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റയൽ മാഡ്രിഡ് എന്താണ്? റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ക്ലബാണ് എന്ന് മനസ്സിലാക്കുക. റയൽ മാഡ്രിഡ് ഒരു ഫുട്ബോൾ ക്ലബാണ്. ഏതാണ്? എവിടത്തെയാണത്? സ്പെയിനിലെയാണ്. റയൽ മാഡ്രിഡ് സ്പെയിനിലെ ഫുട്ബോൾ ക്ലബാണ്. അതെന്താ ഇപ്പൊ പ്രത്യേകത ഫുട്ബോൾ ക്ലബിന്റെ? അതായത് ലോകത്തിലെ സമ്പന്നമായിട്ടുള്ള ഫുട്ബോൾ ക്ലബാണ് റയൽ മാഡ്രിഡ്. അതിന്റെ 5 മുതൽ 10% വരെയുള്ള ഓഹരികൾ ഇപ്പൊ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 5 മുതൽ 10 വരെയുള്ള ഓഹരികൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ അതുകൊണ്ട് നമ്മള് 100,000-ഓളം മെമ്പേഴ്സ് ഉണ്ട് ഈ ക്ലബില്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ റയൽ മാഡ്രിഡ് എവിടുത്തെ ഫുട്ബോൾ ക്ലബാണ്? സ്പെയിനിലെ ഫുട്ബോൾ ക്ലബാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി കേരള ബാങ്ക് അല്ലെ, കേരള ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കേരള ബാങ്ക് അതിന്റെ പുതിയ പ്രസിഡന്റ് ആരാന്നൊന്ന് പഠിച്ചു വെച്ചേ. പി മോഹനനാണ്. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് വന്നത് ആരാ? പി മോഹനൻ. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? പി മോഹനനാണ്. ക്ലിയർ ആയോ? കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് പി മോഹനനാണ്. അടുത്തത്, 2025 ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമായത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നഗരം ജക്കാർത്തയാണ്. ജക്കാർത്ത എവിടെ അറിയാലോ? ഇന്തോനേഷ്യയിലാണ്. അപ്പൊ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് 2025 ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോ അറിയാലോ നിങ്ങൾക്ക്? ടോക്കിയോ ആയിരുന്നു ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മുമ്പത്തെ നഗരം. അപ്പൊ അതിനെ മറികടന്ന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമായിട്ട് ആര് മാറുകയാണ്? ഇന്തോനേഷ്യയിലെ ജക്കാർത്ത മാറുകയാണ്. ആരാണ്? ഇന്തോനേഷ്യയിലെ ജക്കാർത്ത. ഇനി അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഒന്നും കൂടെ പറഞ്ഞേ. നമ്മള് ജമൈക്കൻ സംഗീതജ്ഞൻ ആരാണ്? ജിമ്മി ക്ലിഫ്. മരിച്ചു അല്ലെ? അദ്ദേഹം പ്രചരിപ്പിച്ച ജമൈക്കൻ സംഗീതം ഏതാണ്? റെഗ്ഗെ ആണ് അല്ലെ? റയൽ മാഡ്രിഡ് എന്താണ്? ഒരു ഫുട്ബോൾ ക്ലബാണ്. എവിടത്തെയാണ്? സ്പെയിനിലെയാണ്. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണെന്നാ പറഞ്ഞ? പുതിയ പ്രസിഡന്റ് പി മോഹനനാണ്. 2025 വേൾഡിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ്? 2025 ടോക്കിയോയെ മറികടന്ന് ആര് വന്നു? ജനസംഖ്യ കൂടിയ നഗരമായിട്ട് ജക്കാർത്ത വന്നു എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം ഇന്ത്യ നിർമ്മിച്ച ഏത് അത്യാധുനിക അന്തർവാഹിനി വേദയുദ്ധ കപ്പലാണ്? എന്താണ്? അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ. അന്തർവാഹിനി വേദ യുദ്ധ കപ്പലാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തത്. ഏതാണ്? INS മാഹി ആണ് കേട്ടോ മക്കളെ. INS മാഹി.
INS എന്താണ്? മാഹി ട്ടോ, INS മാഹി. അപ്പൊ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് അത്യാധുനിക അന്തർവാഹിനി വേദ യുദ്ധ കപ്പലാണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തത്? INS മാഹി. INS മാഹിയെ വിളിക്കുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് എന്താണ്? സൈലന്റ് ഹണ്ടർ അഥവാ നിശബ്ദ വേട്ടക്കാരൻ എന്നാണ്. അപ്പൊ നിശബ്ദ വേട്ടക്കാരൻ അഥവാ സൈലന്റ് ഹണ്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന അന്തർവാഹിനി വേദ യുദ്ധക്കപ്പലാണ് INS മാഹി എന്ന് ഓർത്തുവെക്കുക. 12,000 വർഷം, ഒന്ന് രണ്ടും അല്ല, 12,000 വർഷം നിദ്രയിലായിരുന്ന, അതായത് ഉറക്കത്തിലായിരുന്നു, നിദ്രയിലായിരുന്ന ഏത് അഗ്നിപർവ്വതമാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ചത്? 12,000-ഓളം വർഷം നിദ്രയിലായിരുന്ന ഹെയ്ലി ഗബ്ബി എന്ന് പറയുന്ന ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതത്തിന്റെ പേര് ഹെയ്ലി ഗബ്ബി എന്നാണ്. അത് പൊട്ടിത്തെറിച്ചു. എവിടെയാണ്? എത്യോപ്യ. അപ്പൊ 12,000 വർഷം നിദ്രയിലായിരുന്ന ഹെയ്ലി ഗബ്ബി, 12,000 വർഷം നിദ്രയിലായിരുന്ന ഹെയ്ലി ഗബ്ബി എന്ന് പറയുന്ന അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത്. എവിടെയാണ്? എത്യോപ്യ. അടുത്ത ചോദ്യം ഇതാണ്. 2030-ലെ കോമൺവെൽത്ത് ഗെയിംസ്, 2030-ലെ കോമൺവെൽത്ത് 2030-ലെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? 2030-ലെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അഹമ്മദാബാദാണ്. അഹമ്മദാബാദാണ്. ഇപ്പോ നമുക്കറിയാം, ഒരു ബോളിവുഡ് നടൻ മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് ധർമ്മേന്ദ്ര എന്നാണ് അല്ലെ. ബോളിവുഡ് നടനായിട്ടുള്ള ധർമ്മേന്ദ്ര അന്തരിച്ചു. അതൊക്കെ നമുക്കറിയാം. 2025 നവംബർ മാസത്തിലാണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോ അദ്ദേഹം ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് 2004 ലോക്സഭ അംഗമായത് എന്നൊന്ന് ഓർത്തു വെച്ചേ. അദ്ദേഹം ബീക്കാനീർ എവിടത്തെയാണ്? രാജസ്ഥാൻ. എവിടെയാണ്? രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിലെ ബീക്കാനീർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2004 ലോക്സഭ അംഗമായിരുന്ന ധർമ്മേന്ദ്ര എന്ന് അന്തരിക്കുകയുണ്ടായി. അന്തരിച്ചത് ചോദിക്കാൻ സാധ്യത കുറവാണ്. ധർമ്മേന്ദ്ര അന്തരിച്ചത് 2025 നവംബർ 24-നാണ്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും